ഒരു സാമ്പാർ ഉണ്ടാക്കാമേ. പരിപ്പില്ലാതെ നമുക്ക് ദോശയ്ക്കൊക്കെ പരിപ്പൊന്നുമില്ലാതെ നമുക്ക് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാം. നിങ്ങൾ നോക്കിക്കോളൂ. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഒരു പുളി, 2 വെളുത്തുള്ളി. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് അത് വേവിക്കാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഊറ്റി ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. നല്ലോണം ഉടച്ചെടുക്കണം. നമുക്കിത് ഉടച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി ഉലുവ ഇടാം, ഇത്തിരി കടുകിടാം, 2 കരിവേപ്പില ഇടാം. ഇത് നമ്മൾ ഉടച്ചതാണ്. ഉടച്ച് നല്ലപോലെ ഉടച്ചിട്ട് നമുക്ക് ആ വെള്ളം കൂടെ, ഇതിനകത്തെ വേവിച്ച വെള്ളം കൂടെ നമുക്ക് മിക്സ് ആക്കണേ. ഇച്ചിരി വലുതായിട്ടാണ് ഉള്ളി അരിഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണമായിട്ട്. നമ്മൾ പൊടിയായിട്ട് അരിയാമെങ്കിൽ നമുക്ക് ഒരു കഷ്ണവും ഇതിനകത്ത് വരത്തില്ല. നമ്മളെ ചാറായിട്ട് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ കടുക് പൊട്ടി ഞാൻ ഇത് ഉടച്ചതാണ്. തക്കാളി, ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ, പരിപ്പില്ലാതെ. മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് സാമ്പാർ പൊടിയൂടെ, മല്ലിമുളകും ഒന്നും ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി, വെറും സാമ്പാർ പൊടി. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ബേസിൻ പൊടി, കടലപ്പൊടി കലക്കിയത്, 2 സ്പൂൺ കടലപ്പൊടി കലക്കിയത് മാത്രം ഇതിനകത്തോട്ട് ചേർത്താൽ മതി. പരിപ്പില്ലാത്ത സാമ്പാറാണ്. 2 കായം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. എൻ്റെ പരിപ്പ് ഇല്ലാത്ത ഇത് പരിപ്പില്ലാത്ത സാമ്പാറാണ്. ഇത് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണേ. നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലതാണ്. ഇത് കൂട്ടി കഴിക്കാൻ സാമ്പാർ പോലാണ്. പരിപ്പ് വേണ്ട. ഇത് തെലുങ്ക് നാട്ടിലുണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഉണ്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.